അപ്പോൾ എന്താണെങ്കിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതി വന്ന ആ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇളങ്കാവിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ 12 നാഴിക ഇരുട്ടിക്കഴിയുമ്പോൾ അശ്വതിയാവും. അശ്വതി സമയത്താണ്. ആ സമയത്ത് വേലിയേറ്റാണ്. ആ സമയത്ത് വേലിയേറ്റം വരണം. 5 ദിവസവും കള എഴുതുന്ന ഒരു ക്ഷേത്രമാണിത്. കാവ് തീണ്ടലൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭഗവതി ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവിടെ അടച്ചിട്ടിരിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് വടയാർ ആറ്റുവേല മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ്. കേരളത്തിലെ തന്നെ വളരെ പുരാതനവും പ്രാധാന്യമുള്ളതുമായ ജലോത്സവങ്ങൾ ഒന്നുകൂടിയാണിത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആചാരത്തനിമയിലും ഐതിഹ്യപരമയിലും പകരം വയ്ക്കാനില്ലാത്ത അത്യപൂർവമായ ജലോത്സവങ്ങളിലൊന്നുകൂടിയാണിത് എന്ന് പറയാം. ഈ ഒരു ആഘോഷം നടക്കുന്നത് വൈക്കത്തിനടുത്തുള്ള വടയാർ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള വളരെ പുരാതനമായിട്ടൊരു ഭദ്രകാളി ക്ഷേത്രമാണിത്. വൈക്കം ദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രവുമാണിത്. കൊടുങ്ങല്ലൂരമ്മയുടെ സഹോദരിയാണ് ഇളങ്കാവിലമ്മ എന്നാണ് സങ്കല്പം. ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഭഗവതിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ 64 കാവുകളിൽ ഒന്നുകൂടിയാണിത്. മീനമാസത്തിലെ അശ്വതി നാൾ കൊടുങ്ങല്ലൂരമ്മ തൻ്റെ സഹോദരിയായ ഇളങ്കാവിലമ്മയെ കാണാൻ ജലമാർഗം ഇളങ്കാവിലേക്ക് എഴുന്നള്ളുന്നുവെന്നാണ് ഈ ഒരു ആറ്റുവേലയുടെ പിന്നിലുള്ള ഐതിഹ്യം. കേരളത്തിൽ വർഷത്തിൽ 365 ദിവസവും കളമെഴുതിപ്പാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. അപ്പം അതുപോലെ ഈ ആറ്റുവേലയുടെ നിർമ്മാണ ഘട്ടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഒരുപാട് ചടങ്ങുകളുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. വ്രതനിഷ്ഠയോടെ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും. ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാരമ്പര്യമായ അവകാശികളെ രാജഭരണകാലത്ത് തന്നെ അവകാശങ്ങളും സ്വത്തുവകകളും ഒക്കെ കൊടുത്ത് ഇവിടെ താമസിപ്പിച്ചിട്ടുമുണ്ട്. അവരുടെ പിൻതലമുറക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നതും. നമ്മൾ അവരെയെല്ലാം നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. നമുക്ക് ഈ ആറ്റുവേലയുടെ ചുരുങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. ഇത് വടയാർ ഇളങ്കാവ് ക്ഷേത്രക്കടവാണ്. ഇവിടെ വെച്ചാണ് ആറ്റുവേലയുടെ നിർമ്മാണം നടക്കുന്നതും. തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ആറ്റുവേലപ്പുരയിലാണ് ആറ്റുവേല നിർമ്മിക്കുന്നതിനാവശ്യമുള്ള സാധന സാമഗ്രികളെല്ലാം സൂക്ഷിക്കുന്നതും. 2 വലിയ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിന്മേൽ പലകകൾ നിരത്തി 18 കോൽ ഉയരത്തിലും 11 കോൽ ചുറ്റളവിലും തേക്കിൻ കഴകൾ കൊണ്ടാണ് ആറ്റുവേല നിർമ്മിക്കുന്നത്. 3 നിലകളിലായി ഒരു ക്ഷേത്ര മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മാണം. മുകളിലത്തെ നില ശ്രീകോവിലിൻ്റെ സ്ഥാനത്താണ്. മുകളിൽ മുൻവശത്തായി കൊടുങ്ങല്ലൂർ ഭഗവതി, വെളിച്ചപ്പാട്, വശങ്ങളിലായി ഭീഷ്മർ, അനന്തശയനം എന്നീ വിഗ്രഹങ്ങളും സ്ഥാപിക്കും. കുലവാഴകൾ, കുരുത്തോലകൾ, കൊടിതോരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിച്ച ആറ്റുവേല അന്ന് രാവിലെ ഇളങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായുള്ള ആറ്റുവേലക്കടവിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെറിയൊരു ക്ഷേത്രവുമുണ്ട്. ഭഗവതിയുടെ സാന്നിധ്യം ആദ്യമുണ്ടായ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. അവിടെ നിന്നും രാത്രി 12 മണിക്ക് നടക്കുന്ന ഉറക്കളത്തിൽ ഗുരുതിക്ക് ശേഷം ഭഗവതിയെ ആറ്റുവേലയിൽ എഴുന്നള്ളിച്ച് ഇളങ്കാവിലേക്ക് കൊണ്ടുപോകും. മീനമാസത്തിലെ അശ്വതി നാൾ 18 നാഴിക പുലരുമ്പോഴാണ് ആറ്റുവേലക്കടവിൽ നിന്നും ഭഗവതി എഴുന്നള്ളിക്കുന്നത്. ദീപാലങ്കൃതമായ ആറ്റുവേലയിൽ ഗരുഡൻ തൂക്കങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ മൂവാറ്റുപുഴയാറ്റിലൂടെയുള്ള ഭഗവതിയുടെ പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്ത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ സമയം പുഴയുടെ ഇരുകരകളിലുമുള്ള ദേശവാസികൾ നിലവിളക്കുകളും മൺചിരാതുകളും വൈദ്യുത ദീപങ്ങളുമൊക്കെ തെളിയിച്ച് ഒരുക്കുകളും നിറപറകളുമൊക്കെ തയ്യാറാക്കി അരിയും പൂവുമെറിഞ്ഞ് ഭഗവതിയെ വരവേൽക്കും. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ പ്രഭയിൽ പുഴയിലൂടെ ആറ്റുവേല കറങ്ങിക്കറങ്ങി മെല്ലെ നീങ്ങുന്ന ആ കാഴ്ച തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം. 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് അന്നേ ദിവസം എത്തിച്ചേരുന്നത്. പുലർച്ചെ 4:30 ഇളങ്കാവ് ക്ഷേത്രക്കടവിലേക്ക് ആറ്റുവേല എത്തിച്ചേരും.
ഇതിനുശേഷം ഭഗവതിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള പള്ളിസ്രാമ്പ് എന്ന മാളികയിലേക്ക് ആനയിച്ചിരുത്തും. ആറ്റുവേലയ്ക്ക് അകമ്പടിയായി വന്ന ഗരുഡന്മാർ ചൂണ്ട കുത്തി പള്ളിസ്രാമ്പിന് പ്രദക്ഷിണം വെച്ച് പയറ്റ് അവസാനിപ്പിക്കും. അന്ന് വൈകുന്നേരം 4:30 പീലിത്തൂക്കം എന്ന ചടങ്ങുണ്ടാവും. അതും വളരെ പ്രാധാന്യമുള്ളൊരു കലാരൂപമാണ്. പിന്നീട് രാത്രി 10 മണിക്ക് ശേഷം വിവിധ കരക്കാരുടെ വഴിപാടായി നടത്തുന്ന ഗരുഡൻ തൂക്കങ്ങൾ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിച്ചേരും. ഗരുഡന്മാരുടെയും വാദ്യകലാകാരന്മാരുടെയും കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയായി ക്ഷേത്ര മൈതാനം മാറും. രാത്രി വൈകി ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കും. അങ്ങനെ ആ വർഷത്തെ ആറ്റുവേലയ്ക്ക് സമാപനമാകും. ഇതാണ് ആറ്റുവേല മഹോത്സവത്തിൻ്റെ ഒരു ചുരുങ്ങിയ വിവരണം. ഇനി നമുക്ക് ആറ്റുവേലയുടെ വിശദമായ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ ആറ്റുവേലയെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചടങ്ങുകൾ, നിർമ്മാണ ഘട്ടം മുതലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഐതിഹ്യങ്ങൾ എല്ലാം ഒന്ന് അറിയണമായിരുന്നു. അപ്പോൾ അനീഷ് ഇത് 12 വീടന്മാർ എന്ന് പറയുന്ന ആ ചടങ്ങുകൾ നടത്തുന്ന ഒരു ഫാമിലിപ്പെട്ട ആളല്ലേ? അങ്ങ് ഇതിൻ്റെ ആ ഒരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് തച്ചൻ ഫാമിലിപ്പെട്ട ആളും അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഐതിഹ്യത്തെയും തുടങ്ങാം. ഇതിൻ്റെ പുറകിലുള്ള കഥ എന്താ, സങ്കല്പം എന്താ? ശരിക്കും വടക്കങ്കൂർ രാജാവിൻ്റെ പ്രദേവതയായിട്ട് വടക്കങ്കൂർ രാജാവ് കരുതിയിരുന്ന കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. അപ്പോൾ ആ ഭഗവതിയെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള സങ്കല്പത്തിൽ രാജാവ് അവിടുന്ന് കൊണ്ടുവന്ന് ഭഗവതി ജലമാർഗത്തിൽ വള്ളത്തേലാണ് എന്നാണ് പറയുന്നത്, കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. അവിടുന്ന് രാജാവിൻ്റെ ആ ഒരു ഉപാസനയിലാണ് ഭഗവതി പോരുന്നത്. വന്ന് ഇവിടെ ആറ്റുലക്കടവിൽ ആണ് ഭഗവതി ആദ്യമേ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവിടുന്ന് ആറ്റുവേല പണിത് ഭഗവതിയെ അങ്ങോട്ട് വടയാറ്റേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അതനുസരിച്ച് പറയുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുജത്തിയാണ്. അപ്പോൾ അനിയത്തിയെ കാണാൻ ചേടത്തി വരുന്നു എന്നുള്ള സങ്കല്പം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതി വന്ന ആ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇളങ്കാവിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇതുപോലൊരു വഞ്ചിയിൽ കൊണ്ടുവന്നു എന്നാണോ അതിനെ അർത്ഥമാക്കുന്നത്? അതെ. അതിൻ്റെ ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ കുളത്തിൽ നിന്ന് കടലിലേക്ക് ഇന്നൊരു ഒരു തുറവുണ്ടെന്നാണ് പറയുന്നത്. ആ തുറവ് മാർഗത്തിലാണ് ഭഗവതി വഞ്ചിയിൽ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയെന്നാണ് പറയുന്നത്. അത് പിന്നെ വടക്കൻകൂറിൻ്റെ പരദേവതയായിട്ട് ഇളങ്കാൽ ഭഗവതിയാണ് സങ്കല്പിച്ച് അവരാചരിച്ചു പോരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു നിർമ്മാണ ഘട്ടം ഒന്ന് പറയാമോ? എന്ന് വെച്ചാൽ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് തിരുവോണനാളിൽ കുടിയേറി കഴിഞ്ഞ് ഇവിടുത്തെ കുടിയേറ്റ് ചടങ്ങാണ്. വെളിച്ചപ്പാട് ഉൾപ്പെടെ ദേവസ്വം വരുന്ന എല്ലാവരും വന്നതിന് ശേഷമാണ് കുടിയേറ്റ് നടക്കുന്നത്. കുടിയേറ്റ് നടന്നതിന് ശേഷം ഇവിടുന്ന് പോയി ഉച്ചയ്ക്ക് 2-3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ പിണ്ടിപ്പുഴെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഇതിൻ്റെ ഈ ആറ്റുവേലയുടെ കാലിൽ നാട്ടൽ ചടങ്ങ് അമ്പലത്തിൽ വെച്ചിട്ടാണ് ഒരു പിണ്ടി കയറ്റും. അത് ഔദ്യോഗികമായി ഭയങ്കര നല്ലൊരു ചടങ്ങാണ്. അനുപ്പാട് തന്നെ അകത്ത് 3 വെളിച്ചപ്പാട് നിന്നുകൊണ്ട് ഒരു പൂജയും കാര്യങ്ങളുണ്ട്. അതായത് 64 അടയും വീതം വെച്ചുകൊണ്ട് 64 കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നിർമ്മാണം തുടങ്ങുന്ന ഉള്ള ഒരു സങ്കല്പത്തിലാണ് ആ കാര്യം പോണത്. അതിനുശേഷം വെളിയിൽ വന്ന് കുമ്പളങ്ങ മുറിച്ച് തേങ്ങ മുറിച്ച് വെളിച്ചപ്പാടിൻ്റെ സാധനത്തിൽ പിണ്ടി നമ്മൾ വള്ളത്തേക്ക് കയറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അത് പണിത് ഇറക്കി ഒരു 4 ദിവസത്തിനുള്ളിൽ പണി കഴിഞ്ഞ് ഇറക്കുന്നു. അതിനുശേഷമാണ് പിറ്റേ ദിവസം പൂജ കഴിഞ്ഞിട്ട് എഴുന്നള്ളിച്ച് പോരുന്നത്. രാത്രിയിൽ ഇവിടെ പുറക്കടത്തി പോക്കെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആറ്റുവേലയുടെ താഴെക്കുടത്തിൽ വിളക്ക് കത്തിച്ച്, അത് അനീഷ് അതിൻ്റെ അവകാശമാണ്, അവർ വിളക്ക് കത്തിച്ച് ആറ്റുവേല അഴിച്ചു വിടുന്നത്. ഇതിൻ്റെ നിർമ്മാണം ഒരു പ്രത്യേക തടിയുടെ ഇതുകൊണ്ട് അങ്ങനെ ആദ്യമേ ഞാനൊക്കെ കേട്ടിട്ടുള്ള അപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പാലയിലായിരുന്നു. പാലയിൽ നിന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കടുക്കല താമസമുണ്ട്, ദേവസ്വം ബോർഡ് സ്ഥലവും കൂടെ താമസമുണ്ടായിരുന്നു. ആ അപ്പൂപ്പനാണ് ഇത് പാലയിൽ നിന്ന്
തേക്കയിലേക്കാക്കിയത്. അപ്പം അത് വെളിച്ചപ്പാട് പോയി പാലയിൽ ആ ഒരു കഥ ഞാൻ എവിടെയോ കേട്ടു. ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു തടി, ഈ ആറ്റുവേലയായിട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു തടി എടുക്കുകയാണെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ അത് പൂ കൊത്തിയതിന് ശേഷം എടുക്കും. അത് കഴിഞ്ഞ് പോയി നമ്മൾ ആ മരം വെട്ടിക്കൊണ്ട് വന്ന് വെട്ടാനായിട്ട് പ്രത്യേക ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതിലാണ് എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ള വാളം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അനിച്ചേട്ടൻ, അങ്ങനെയുള്ളവരൊക്കെ ഉള്ളത്. അപ്പോൾ അനീഷ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അന്ന് രാജാവായിട്ട് നിങ്ങളെ ഏർപ്പെടുത്തിയതാണോ ഈ രാജാവ് കൽപ്പിച്ചത് ഈ അവകാശം എന്നാണ് പറയുന്നത്. ആറ്റുവേല പണിയാനായിട്ടുള്ള അവകാശം ഇവരുടെ ആ കുടുംബക്കാർക്കും, കടൂക്കര ഇവരുടെ ഒരു ഫാമിലി ഉണ്ട്, അവർക്കും തടി വെട്ടാനായിട്ടുള്ള ഒരു അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല എല്ലാം നോക്കി നടത്തുന്നതിനായിട്ട് ഞങ്ങൾ 12 വീട്ടിൽ നായന്മാരെന്ന് പറയുന്ന ഒരു 12 വീട്ടുകാരുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ 1-2 വീട്ടുകാർ മാത്രമേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്കുള്ള വിളക്ക് എത്തിക്കാനായിട്ടുള്ള തിരുത്തുണി കൊടുക്കുന്നത് വെളുത്തേടത്ത് നായന്മാരാണ്. പിന്നെ ഇതിൻ്റെ ഇവരുടെ ആറ്റുവേലയുടെ പണി പഴയകാലത്ത് ഇവിടെ ഇട്ടാണെന്ന് പറഞ്ഞല്ലോ. പാല വെട്ടി ഇവിടെ ഇട്ട് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ഉളികളും കാര്യങ്ങളുമൊക്കെ കാച്ചി റെഡിയാക്കി കൊടുക്കുകയും കുത്തുവിളക്കുകൾ ഉറപ്പിക്കാനായിട്ടുള്ള കൊല്ലന്മാർക്ക് അതിനുള്ള അവകാശമുണ്ട്. പിന്നെ മുകളിൽ താഴെക്കുടത്തിൽ വയ്ക്കുന്നത് മൺചട്ടിയാണ് വയ്ക്കുന്നത്, വലിയ കലം പോലത്തെ ഒരു ചട്ടിയാണ്. അതുണ്ടാക്കുന്ന ആ സമുദായത്തിന് അവർക്ക് അവകാശമുണ്ട്. അങ്ങനെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇതിന് ചുറ്റിൽ താമസിക്കുന്നുണ്ടോ? ഓ, അപ്പോൾ അതിനുള്ള ആ ഫാമിലി ആയിരിക്കും നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു കുടുംബം അല്ലേ? അതെ അതെ അതെ. ഓ, തൊട്ടടുത്ത് തന്നെ അവരെ താമസിച്ചിരിക്കുക. ഇതൊക്കെ രാജാവ് കൊടുത്ത വസ്തുക്കളാണ്. ഇത് കൊട്ടാരപ്പുറം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ, കൊട്ടാരപ്പുറം എന്നാ പറയണേ അല്ലേ? ഈ വടക്കൻകൂർ രാജാവ് ഇങ്ങനെ ഇത് ഓരോ ദിക്കിലേക്കും പോകുമ്പോഴത്തേക്ക് ഈ ഭഗവതിയെ അദ്ദേഹത്തിൻ്റെ പരദേവത അത്ര കാര്യമായിട്ട് അദ്ദേഹം കൂട്ടത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ട് ഈ ഭഗവതിയെ വച്ച ഒരിതാണ് ഈ പള്ളിയറക്കാവ്. അതേപോലെ തന്നെ ഇതിൻ്റെ കീഴടായ മാഞ്ഞൂരിളങ്കാവ്. അപ്പോൾ ഇതൊക്കെ ഈ ഭഗവതിയെ കൊണ്ടുപോയി അങ്ങനെ വെച്ചു എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനിയത്തിമാരെന്നുള്ള സങ്കല്പത്തിലാണ്, ഇളങ്കാവ് ഭഗവതിയുടെ അനിയത്തി എന്നുള്ള സങ്കല്പത്തിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വടക്കൻകൂർ രാജാവ് എവിടെ പോകുമ്പോൾ ഈ ഭഗവതിയും കൊണ്ട് അത്രയ്ക്ക് ഉള്ള ഒരു ആത്മബന്ധം, ആ ആത്മബന്ധമാണ് ഭഗവതി ഇങ്ങോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ അതിൻ്റെ ഒരു പഴയൊരു പശ്ചാത്തലങ്ങൾ ഞാൻ ചോദിക്കുകയായിരുന്നു. വടക്കൻകൂർ രാജാവ് മറ്റേ നമ്മുടെ വൈക്കത്ത് വടക്കൂർത്ത് കുരുത്തി ഉണ്ടായ ഒരു കഥ, ഒരു സന്ദർഭം അറിയാലോ. അപ്പോൾ അവിടെ വൈക്കത്തൊരു മഹാമാരി ഉണ്ടായ ഒരു കാലത്താണല്ലോ ഭഗവതി ഉപാസിച്ച് ഇവിടെ കൊണ്ടുവരിക, ഇവിടെ ആ ഒരു ഗുരുതി ആ ഒരു ചടങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ബന്ധിച്ചാണോ അവിടുന്ന് ഭഗവതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉപാസിച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യം? അങ്ങനെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ടോ ദേശത്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ദുരിതാവസ്ഥ ഉണ്ടായ സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ കഥകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയും പറയുന്നുണ്ട്, വന്നപ്പോഴാണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ വിശ്വാസത്തിലേക്ക് നമ്മുടെ ഈ കരകൾ മാറണമെന്ന്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വടക്കൻകൂർ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് മാർത്താണ്ഡവർമ്മയായിട്ട് അവസാനം സന്ധ്യ ചെയ്യുന്ന ചെറു നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു വടക്കൻകൂർ. ഏറ്റവും അവസാനമാണ് വടക്കൻകൂറിനായിട്ട് സന്ധ്യ ചെയ്യുന്നത്. അത് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല, അവസാനമായിട്ടാണ് സന്ധ്യ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിരുന്ന ഒരു രാജാവിൻ്റെ ഉപാസനാമൂർത്തി കൊടുങ്ങല്ലൂർ ഭഗവതി പോലെ നല്ല ഒരിതാണ്. അപ്പോൾ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താണേലും ദേശത്തിന് മുഴുവൻ 64 കരയ്ക്കും 12 ദേശത്തിനും അധിപതിയായിട്ടാണ് ഭഗവതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 64 കരയും 12 ദേശവും. ഈ എഴുമാന്തുരുത്ത് മറവന്തുരുത്ത് ഈ ഒരു ഭാഗം മുഴുവനും ഈ ഇളങ്കാവിൽ പെട്ടതല്ലേ? അതെ 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 അതെ. അതുപോലെ 365 ദിവസം കളയെഴുത്തും പാടുന്നത്. എല്ലാ വർഷത്തിലും 365 ദിവസവും കളയെഴുത്ത് പാടുന്നുണ്ട്. അത് തേരൊഴി കുറുപ്പന്മാർക്കാണ് അതിൻ്റെ അവകാശം. തേരൊഴി രാമക്കുറുപ്പാണ് അതിൻ്റെ ചുമതല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ അവിടെ ഗുരുതിയും കഴിക്കണം. 41 കളയെഴുത്ത് കഴിഞ്ഞാൽ ഗുരുതി തേരൊഴി കുറുപ്പന്മാർ തന്നെ കഴിക്കണം, വേറെ ആരും കഴിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പം ഇവിടെ ഈ ഒരു അമ്പലത്തിൽ എന്താ ബന്ധപ്പെട്ട ഇവിടെ ഭഗവതിയെ മൂലസ്ഥാനം അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല ഭഗവതി അവിടെ ഈ വർഷത്തിൽ ഇന്ന് മാത്രമാണ് നട തുറന്നൊരു ആചരണം. പിന്നെ കൊടിയേറ്റിന്, ഇവിടുത്തെ കൊടിയേറ്റിന് അത് തിരുവോണം നാളിൽ കൊടുങ്ങല്ലൂർ ആചാരത്തിൻ്റെ ഒക്കെ ക്രോഡീകരിച്ച രൂപ അവിടെ തമ്പുരാൻ നിലപാടറിയിച്ച് ദിക്കൊടിയൊക്കെ ഉയർത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ സമയം കണക്കാക്കിയാണ് ഏകദേശം ഇവിടെ കൊടിയേറ്റ്. നാളെയല്ലേ കൊടുങ്ങല്ലൂർ? അല്ല, ഇതുണ്ടല്ലോ കോഴിക്കല്ല് മൂടുന്നതിന് മുമ്പായിട്ടൊരു ചടങ്ങില്ലേ? ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ അവിടെ കോഴിക്കല്ല് മൂടുന്നത്. ആ കോഴിക്കല്ല് മൂടുന്ന സമയത്താണ് ഇവരുടെ വക ആദ്യത്തെ ഗുരുതി, കുമ്പളങ്ങ മുറിച്ചുള്ള ഗുരുതി.
അതാരാ നടത്തുക അപ്പോൾ? അത് ഇവർ തന്നെ. ഓ, നിങ്ങൾ തന്നെയാണല്ലേ? അതിൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെയാണ്? അന്നേ ദിവസം ഈ പിണ്ടിപ്പൂരത്തിൻ്റെ അന്ന് ചെയ്യും. ശേഷം ഇവിടെ ഉണ്ട്, പുറകുളത്തിലുണ്ട്. ഓഹോ. അല്ല, ഇവിടുത്തെ പൂജകൾ ആരാ കഴിക്കുക? ഇവിടെ പൂജ ആയിട്ടില്ല. അല്ല, ഇവിടുത്തെ ചടങ്ങുകൾ ഇതിന് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ദീപാരാധനയൊക്കെ ഇല്ലേ? ഒന്നുമില്ല. നടവർന്ന് വിളക്കുവയ്പ്പ് മാത്രമേ അത്രേ ഉള്ളൂ. വേറെ ഒരു ചടങ്ങുകളില്ല. ഇളങ്കാവിൽ ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷം പിന്നെ വേറെ പൂജകളൊന്നുമില്ല. ദീപാരാധനയ്ക്ക് ശേഷം പൂജകളൊന്നുമില്ല. ആളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉള്ള ഇതികൾ മാത്രമേ. ഇവിടെ ഗുരുതി എപ്പോഴാണ് നടക്കുക? അപ്പോൾ ഇപ്പം ഇന്ന് 1:30 2 മണിക്ക് അവിടെ നടക്കുള്ളൂ. 2:30 കഴിഞ്ഞ ശേഷം ഇതിൻ്റെ രാശിയിലെ പ്രശ്നമുണ്ടല്ലോ. 18 നാഴി ഇരട്ടി അശ്വതി കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അശ്വതി നാളിലാണ് പ്രധാനം ഇവിടെ നിന്ന് അയച്ചു വിടുന്നത്. 2:28 ആകുമ്പോഴത്തേക്ക് അശ്വതി എടുത്ത് കിട്ടും. അത് കിട്ടിയില്ല ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ആ അശ്വതി കണക്കാക്കി എപ്പോഴാണ് ശരിക്കും എല്ലാവരും ഭരണി എന്ന് പറയും. പക്ഷേ ഇളങ്കാവിൽ മീനഭരണിക്ക് പ്രാധാന്യമില്ല. ഈ അശ്വതിക്ക് ആറ്റുകൾ ഇവിടുന്ന് അയച്ചു വിടുന്ന സമയത്തിനാണ് പ്രാധാന്യം. നമുക്ക് ഇവിടെ രാത്രി അഴിച്ചു വിടുമ്പോൾ 12 മണിക്കുള്ളിൽ അശ്വതി കിട്ടണം. കിട്ടാണ്ടായിരിക്കില്ല. 18 നാഴി ഇരട്ടി എന്ന് പറയും പഴയ കാലത്ത്. പിന്നെ ഈ ആറ്റുവേലയുടെ ഒരു ആകൃതി, ഇത് ഞാൻ ശരിക്കും ഇപ്പോൾ ഇതിനൊരു ഒരു പ്രത്യേകത തോന്നിയത് കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴും, കൊടുങ്ങല്ലൂർ നമ്മൾ ആ കിഴക്കേ നടയുടെ തൊട്ടിപ്പുറം ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഭഗവതി ആ ഒരു ഭരണി കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ തട്ടയിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ലേ? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഭരണി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇതിന് കണ്ടത്. തന്നെയാണ് അവിടെയുള്ളത്. അത് ഇച്ചിരി ഒരു തട്ടും കൂടിയുള്ള ഒരു ബേസ്മെന്റ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീതി കൂടുതലല്ലേ ആ തട്ടിന്. ആ ഒരു രണ്ടാമത് ഇതിന് ഭയങ്കര വീതിയല്ല. അതിപ്പം ഇത് വായു വെള്ളത്തിലൂടെ പോകുന്നതുകൊണ്ട് അതിന് ആ രീതിക്ക് കൊണ്ടുപോയാൽ തള്ളിയാൽ പോകില്ല. അപ്പോൾ അതിന് സ്ട്രക്ചറിങ് മാറ്റം ഉണ്ടാക്കി. അല്ല, ശരിക്കും ആ ഒരു ആകൃതി തോന്നുന്നുണ്ട്. അതുമായിട്ട് അട്ടി തന്നെ വന്നിരിക്കണ സ്ട്രക്ചർ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ എപ്പോഴും കാറ്റും കടന്നു പോകാൻ പാകത്തിനാണ്, അടച്ചു കെട്ടിയല്ല. അത്രയൊക്കെ തലയുള്ള ഇതിനൊരു ക്ഷേത്ര സങ്കല്പം, അതായത് ചുറ്റമ്പലം ബലിക്കപ്പുര ശ്രീകോവിൽ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അങ്ങനെ ഒരാൾ പറഞ്ഞത്. ഇങ്ങോട്ട് തള്ളിയിരിക്കും. ഏറ്റവും താഴെയുള്ള ഭാഗം അത് ചുറ്റമ്പലം, ഞങ്ങൾ പറയുമ്പോൾ ബലിക്കപ്പുര. അതിന്റെ മേളിലും അതിന്റെ രണ്ടാമത്തെ നിലയോ മൊത്തം അത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട. നമ്മൾ ക്ഷേത്രം ഇരുന്നിട്ട് ബാക്കിലേക്ക് പോകും. നമ്മുടെ ഭൂമിയിൽ വെക്കുമ്പോൾ തിരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് കയറ്റി എടുത്ത് സ്പേസ് അനുസരിച്ച് അതിൻ്റെ കണക്ക് ഒപ്പിച്ച് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്തെ അവിടുന്ന് ഇങ്ങ് വന്നപ്പോൾ 7 നിലകളിലായിരുന്നു ഇത് നിർമ്മിച്ച് കൊണ്ടുവന്നിരുന്നത്, അങ്ങനെ ഒരു കഥ കേട്ടു. പക്ഷേ 7 നിലയിൽ ഒറ്റ വള്ളത്തിൽ ഒരു കാരണവശാലും നടക്കില്ല. അപ്പോൾ ആ സ്ട്രക്ചർ ചെറുതായിരുന്നു. അപ്പം അന്ന് ബ്രിട്ടീഷുകാർ വെടിവെക്കാൻ മറ്റുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരു കഥകൾ അവിടെ കേട്ടു. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ല, ഒറ്റ വള്ളത്തിൽ ഒരു കാരണവശാലും ഇതേപോലത്തെ 7 നില ആറ്റുവേല പണിയാൻ പറ്റില്ല. ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ആറ്റുവേലയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് നിങ്ങൾക്ക് അതിനുള്ള വേതനങ്ങളും കാര്യങ്ങളും ഒക്കെ രാജാവായിരുന്നു തന്നിരുന്നത്, അതോ നിങ്ങളൊരു ഉപാസന പോലെ ചെയ്യുകയായിരുന്നു? ഉപ്പുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് കിട്ടുന്ന ഒരു പറ നെല്ല്, അല്ലെങ്കിൽ നെല്ല്, ഒരു തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലങ്ങളിൽ. അതിന് ശേഷം ഇപ്പം ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ഫണ്ടുണ്ട്. എങ്കിലും ഇത് ഫണ്ട് മോഹിച്ച് വരുന്നവരല്ല. ഈ ആറ്റുവേല പണിയാൻ വരുന്ന 16 പേര് പൈസ മോഹിച്ച് വരുന്നതല്ല. അവർക്ക് ഇതേപോലെ 16 ദിവസം നോയമ്പെടുക്കുക, വരിക, ഒരു പിടി അരി കിട്ടുക, ഒരു പിടി നാളെ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി. അതല്ലേ അവർ സന്തോഷമായി. ഒരു നാളികേരം അത് കിട്ടിയാൽ അവർക്ക് സന്തോഷമായി. അപ്പം എല്ലാവരെയൊക്കെ കൂടുതൽ വൃദ്ധവും കാര്യങ്ങളിലൊക്കെ പോകണം. അവർക്ക് 41 ദിവസം അതോ 16 ദിവസം. വൈകുന്നേരം ഇവിടുത്തെ ഗുരുതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഈ ഗുരുതി കഴിക്കുന്നത് മാഷുടെ ഫാമിലിയാണോ? അതെ അല്ലേ. ഗുരുതി കഴിഞ്ഞ് ഇവിടുന്ന് രാവിലെ അവിടുന്ന് അഴിച്ചതുപോലെ തന്നെ ഇവിടുന്ന് ആറ്റുവേല അഴിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. താഴെക്കുടത്തിൽ വിളക്ക് കണ്ടതിന് ശേഷം അഴിക്കുള്ളൂ. ഈ 12 വീടന്മാരുടെ ഞങ്ങളുടെ ഫാമിലിയുടെ അവകാശമാണ്. അതിലും പ്രത്യേകതയുണ്ട്. 12 ഇടങ്ങഴി വെളിച്ചെണ്ണ വേണം താഴെക്കുടത്തിൽ കത്തിക്കാൻ എന്നാണ്. അപ്പം അതിന് മൺചട്ടി മേളിൽ വയ്ക്കും. ഒരു പ്രത്യേക നിർമ്മാണമായിരിക്കും അല്ലേ? മൺചട്ടി മേളിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ 4 ഇടങ്ങഴി ഉണക്കലരി ഇട്ട് കിഴി കെട്ടിയിട്ടാണ് അതിലാണ് കത്തിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അകത്തെ വെളിച്ചപ്പാട് വന്നെതിരേറ്റ് ഭഗവതിയെ കൊണ്ടുപോവുകയാണ്. രാത്രി വരെ നമ്മൾ എങ്ങനെ അതിന്റെ മേളിൽ അത് സ്ഥാപിക്കും? കയറാൻ പറ്റും അല്ലേ? തൂണ് വഴി. ഇത് കഴിഞ്ഞിട്ട് കൈപ്പ് കൂടിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഹൈറ്റ് കാണിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മൺചട്ടിക്ക് എന്താ അതിൻ്റെ ഒരു സാധാരണ ചട്ടി പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതിൻ്റെ നിർമ്മാണത്തിൽ? അത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കലം പോലെ ഇരിക്കും, എന്നാൽ ഒരു ചട്ടിയുടെ ആകൃതിയിലായിരിക്കും അത്. ചായക്കുടത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്ത് ചെമ്പാണ്. ഇത് ഈ തടി ചൂടാകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു
അപ്പോൾ ഇതിപ്പോൾ പഴയ ആ ഒരു കുടുംബക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർ തന്നെയാണ് ഇത് ഉണ്ടാക്കി തരിക? ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഈ മൺചട്ടിയുടെ നിർമ്മാണമൊക്കെ നിന്ന് പോയല്ലോ. ഒക്കെ നമ്മൾ തന്നെ മേടിക്കാൻ നോക്കി അതിനോട് ഒരു ഷേപ്പത്ത് സാധനം നോക്കി മേടിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? കാരണം കാലത്തിലെ ഈ പണികളൊക്കെ നിന്ന് ഭാഗങ്ങളിൽ മുഴുവനും ഈ മഞ്ചട്ടിയുടെ നിർമ്മാണക്കാർ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ഗുരുതിക്ക് ശേഷം മുകളിലെ ആ താഴെക്കുടത്തിലെ ദീപം പകർന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആറ്റുവേല അഴിച്ച് എളങ്കാവിലേക്ക് പോകും. ഇവിടെ 3 കറങ്ങും, നേരെ എളങ്കാവിലേക്ക് പോകും. എളങ്കാവ് ഇടയ്ക്ക് കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ വെളിച്ചപ്പാടും ഭീഷ്മര് അനന്തശയനം ഇത് 3 ഇവിടെയും കാണണം. അതെന്താ അതിൻ്റെ സങ്കല്പം? എൻ്റെ സങ്കല്പം എനിക്കറിയില്ല. വെളിച്ചപ്പാട് ആലാണ് ആവേശിച്ച് വന്നു എന്നൊക്കെ ഒരു കഥ അഷ്ടമംഗലത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സങ്കല്പിച്ചാണ് കളയെഴുന്നടുത്തൊരു വാളൊക്കെ വെച്ചിരിക്കുന്നത്, കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന വാളെന്ന്. പിന്നെ അനന്തശയനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് വല്ലോ അവരുടെ ആവാൻ വഴിയുണ്ട്. ഭീഷ്മരെന്ന് പറയുമ്പോൾ ഗംഗയുടെ പുത്രൻ ജലമാർഗത്തിലാണല്ലോ വന്നത്. ശരശയ്യെ കിടക്കുന്ന ഭീഷ്മരാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ്. ഇപ്പൊ എൻ്റെ ഒരു യുക്തിക്ക് ഞാൻ പറഞ്ഞതാണ്, ഇതാണോ കാരണവന്മാർ ഉദ്ദേശിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അത് നിസ്സാര സൈനല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പക്ഷേ അതായിരിക്കാം. ഇപ്പോൾ കലാകാരൻ്റെ ഒരു ഭാവനയാണെന്നുണ്ടെങ്കിൽ വർഷാവർഷം മാറാലോ. ഇതിൻ്റെ അകത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭഗവതിയും വെളിച്ചപ്പാടുക. ഇതിലേറ്റവും അടുത്ത് നിൽക്കുന്നത് ഭഗവതിയും വെളിച്ചപ്പാടുക. അപ്പോൾ നമ്മളോട് പറയും ഭഗവതിക്ക് വൈകുന്നേരം ഒരു ചെത്തിമാല ഇടണം, വെളിച്ചപ്പാടിനും ചെത്തിമാല ഇടണം എന്ന് പറയും. അപ്പുറത്തെ കാര്യം അത് അങ്ങനെ അത്ര പ്രാധാന്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാല ഇടുക കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പ്രാധാന്യം കൂടുതലും എല്ലാവരും കൊടുക്കുന്ന ഈ ഭഗവതിക്കും വെളിച്ചപ്പാടിനും. അവർ രണ്ടുപേരുമാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. ഭഗവതിയുടെ നേരെ ഇപ്പുറത്തായിട്ട് 40-45 കൊല്ലമായിട്ട് എനിക്ക് പണിക്ക് വന്നില്ലെങ്കിലും ഒരുപാട് തന്നെ ഈ 2 വിഗ്രഹമാണ് ഞാൻ കാണാറുള്ളത്. ഒരു മാറ്റവും ഇല്ലാതെ അതിൻ്റെ ഭാരം കുറയാൻ നിൽക്കുന്ന സാധനം വെളിച്ചപ്പാട്. മൂടിയിരിക്കുന്ന ഈ 4 ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാ? അപ്പോൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗരുഡൻ തൂക്കത്തിൻ്റെ ചൂണ്ടകുത്ത്, ഗരുഡൻ തൂക്കത്തിൻ്റെ ചൂണ്ടകുത്ത്, ഭഗവതി എഴുന്നള്ളി പുറകെ പോകുന്ന ചാടുകളുടെ ഗരുഡന്മാരുണ്ടല്ലോ, അവരവിടെ ചൂണ്ട കുത്തി വഴിപാട് തീർക്കും. അപ്പോൾ ഇത് ഈ ഗരുഡൻ തൂക്കം തുടങ്ങുന്നത് ഇവിടുന്ന്? അപ്പോൾ ഓരോ വീടുകളിൽ വഴിപാടായിട്ടെല്ലാ തൂക്കച്ചാടുകളും ഇവിടെ വരും. ഇവിടെ വരും എല്ലാം ഇവിടെ വരും. എല്ലാം ഇവിടെ വന്ന് ആറ്റുവല അയച്ചു വിടുമ്പോൾ ആ പുറകെ അകമ്പടിയായിട്ടും കൂടെ പോവാണ്. എന്നിട്ട് അവിടെ അമ്പലത്തിൻ്റെ നമ്മളിപ്പോൾ രാവിലെ അഴിച്ച് ആ കടവിൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം ചേർത്തതിന് ശേഷം പുറത്ത് പള്ളിസ്രാമ്പിലാണ് ചൂണ്ടകുത്തുന്നത്. ഭഗവതി ചൂണ്ടകുത്തുന്നത് അല്ലേ. ഈ ചൂണ്ടകുത്തെന്ന് പറഞ്ഞ ചടങ്ങ് എന്താണ്? ഞാൻ കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഈ ഗരുഡനെ വഴിപാട് നമുക്ക് ചെയ്തതിനൊരു തൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പുറത്താണ് ദേവിനെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ വന്നിട്ട് പുറം തിരിച്ച് നിർത്തിയിട്ട് ഐതിഹ്യം അങ്ങനെയില്ല, പുറത്ത് ഒരു ചെറിയ കൊടുത്തുകൊണ്ട് പൊട്ടിക്കും, ഒരു തുള്ളി ചോര. എൻ്റെ ശരിക്കും ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ തൂക്കത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരികവധത്തിനായിട്ട് ഭദ്രകാളി വേതാളപ്പുറത്ത് പോവുകയാണ്. അപ്പോൾ ആ സമയം വേതാളത്തെ വാഹനമാക്കുമ്പോൾ ഭഗവതിയും വേതാളം തമ്മിലൊരു ഉടമ്പടിയുണ്ട്. യുദ്ധം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം വേതാളം കാണിക്കുന്ന ആളുടെ രക്തം കൊടുത്തോളാം. അപ്പോൾ ഈ ഘോരമായ യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ പരമശിവന് മറ്റ് ദേവന്മാർക്കൊക്കെ എന്തായി അവസ്ഥയെന്നറിയാനായിട്ട് പോയി നോക്കാൻ പേടി. ഉടനെ മഹാവിഷ്ണുവിനോട് പറയും. മഹാവിഷ്ണു ഗരുഡനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേതാളം ഗരുഡൻ്റെ നിഴൽ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഗരുഡനെയാണ് കാണുന്നത്. അപ്പം ഈ ഗരുഡൻ്റെ ചോര കൊടുക്കാനും ബുദ്ധിമുട്ട്, കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ പരമശിവൻ തന്നെ ഭൂതഗണങ്ങളെ കൊണ്ട് ചൂണ്ടക്കുളത്തിൻ്റെ ആകൃതിയിലൊരു ഇതുണ്ടാക്കിയിട്ട് ഗരുഡൻ്റെ ഒരു ചിറക് അടർത്തിയെടുത്ത് ഒരു തുള്ളി ചോര കിട്ടിക്കഴിഞ്ഞപ്പോൾ വേതാളത്തിന് തൃപ്തിയായി എന്നാണ് പറയുന്നത്. അതിൽ പിന്നെയാണ് ഗരുഡൻ തൂക്കം ഭദ്രകാളിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഗരുഡനെ തന്നെ തീർക്കും. അതാണ് വിഷയം. ശരി. ശേഷം ഇവിടുന്ന് ഇവര് നടക്കി വെക്കാൻ പറഞ്ഞ ചടങ്ങുണ്ട്. അവിടെ ചെന്ന് കാപ്പ് കെട്ടണം. അപ്പോൾ നമ്മളൊരു വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗരുഡൻ നമുക്ക് ലാസ്റ്റ് ചൂണ്ടെത്തി കഴിയുമ്പോൾ ഈ കാപ്പ് തന്നു കഴിയുമ്പോൾ നമ്മുടെ വഴിപാട് തൃപ്തി. അതാണ് ഗരുഡൻ തൂക്കം നടത്തിയ ചൂണ്ട കുത്തണമെന്ന് പറയുന്നത്. അത് ശരി. പിന്നെ ഈ പീലിത്തൂക്കം അതെന്താ സമതുമല്ലേ സംവിധാനം അവിടെ? അതുകൊണ്ട് അത് ഈ പീലിത്തൂക്കം എന്നാണ്, വീലിക്കുത്തെന്ന് പറയും. അത് ഈ പീലിയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ചെറിയ രീതിയിലൊരു തൂക്കം പോലെ. ഈ ഗരുഡൻ തൂക്കം കഴിഞ്ഞിട്ട് പകലാണല്ലേ? പകല. അപ്പോൾ ഈ സമയമൊക്കെ ഭഗവതി ആ സ്രാമ്പിലിരിക്കണം. അതെ. പൂജ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ അകത്തൊന്നുമില്ല, അടച്ചിട്ടേക്കുക. 2 ദിവസം പൂജയില്ല, ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കരത്തൂക്കത്തിൻ്റെ എല്ലാ ഗരുഡനും ചൂണ്ട കുത്തി കഴിഞ്ഞ്
ഭഗവതിയെ തിരിച്ച് എഴുന്നള്ളിച്ച് മേശാന്തി ആ ഭഗവതിയുടെ കടവിൽ മുങ്ങും, തിടമ്പോടുകൂടി മുങ്ങും. തിടമ്പെന്ന് പറഞ്ഞാൽ ശിവേലി തിടമ്പാണ് വയ്ക്കുന്നത്. ആ ശിവേലി തിടമ്പും ചട്ടവും എല്ലാം കൂടി ആയിട്ട് വന്ന് മേശാന്തി മുങ്ങിയതിന് ശേഷം അകത്തേക്ക് കയറി നട തുറന്ന് തലേ ദിവസത്തെ പൂജകളെല്ലാം ആവർത്തിക്കും. അതായത് ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള അത്താഴപൂജ, അത്താഴ ശിവേലി, നാളത്തെ നടയടച്ച് നട തുറന്ന് രാവിലെ തൊട്ടുള്ള ഇതെല്ലാം ചെയ്യും. കേരളത്തിലെ ജലോത്സവങ്ങളിൽ സമാനതകളില്ലാത്ത ഒന്നാണ് വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല. ഭക്തിയും ചരിത്രവും കലയും പുഴയുടെ ഓളങ്ങളിൽ ലയിച്ചു ചേരുന്ന ഈ ഉത്സവം വടക്കൻകൂർ രാജ്യത്തിൻ്റെ പ്രതാപകാലത്തെയും മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. വൈക്കത്ത് നിന്നും 5 കിലോമീറ്റർ അകലെ തലയോലപ്പറമ്പ് റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. ഖണ്ഡാകർണൻ, നാഗരാജാവ്, ഗണപതി, നാഗദേവതകൾ എന്നീ ഉപദേവതമാരുമുണ്ട്. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് യക്ഷി സാന്നിധ്യമുള്ള ഒരു പനയും കാണാം. വടക്കൻകൂർ രാജ്യത്തിന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നതാണ് വിശ്വാസം. കേരളത്തിലെ ഒട്ടനവധി മഹാക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശമുള്ള മനയത്താറ്റില്ലത്തേക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം. എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇളങ്കാവ് ക്ഷേത്രത്തിന് മാത്രമായി ഒരു പ്രത്യേകത കൂടിയുണ്ട്. തന്ത്രിക്ക് എന്തെങ്കിലും അശുദ്ധി ഉണ്ടായാൽ ഉത്സവകാലമാണെങ്കിൽ കൊടിയേറ്റ് പോലും മാറ്റിവെക്കും. അത്ര അടുത്ത ബന്ധമാണ് മനയത്താറ്റില്ലവുമായി ഇളങ്കാവ് ഭഗവതിക്കുള്ളത്. വായ്വഴിയായി അറിഞ്ഞ കാര്യങ്ങളനുസരിച്ച് മനയത്താറ്റില്ലക്കാർ വടക്കൻകൂർ രാജവംശത്തിൻ്റെ ഗുരുസ്ഥാനീയരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാജാവിൻ്റെ ഉപാസനാമൂർത്തിയായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹത്താൽ ലഭിച്ച വിഗ്രഹവുമായി ജലമാർഗം കൊടുങ്ങല്ലൂരിൽ നിന്നും ഇവിടെ എത്തുകയും ആറ്റുതീരത്ത് തന്നെ ഉത്തമമായ സ്ഥാനത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ച് ഉപാസിക്കുകയും ചെയ്തു വന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും ജലമാർഗം ഭഗവതി വന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആറ്റുവേല മഹോത്സവം. ഇതുതന്നെയാണ് തന്ത്രി കുടുംബത്തിന് ക്ഷേത്രവുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടാവാനുള്ള കാരണവും. 2 ഉത്സവങ്ങളാണിവിടെ. കുംഭമാസത്തിൽ നടക്കുന്ന 8-ാം ദിവസം ആറാട്ടായി വരുന്ന പ്രധാന ഉത്സവമാണൊന്ന്. അടുത്തത് മീനമാസത്തിലെ ആറ്റുവേല മഹോത്സവവും. ഈ ക്ഷേത്രത്തെപ്പറ്റി എഴുതപ്പെട്ടതോ വാമൊഴിയായിട്ടുള്ളതോ ആയ അധികം ചരിത്രങ്ങൾ ഇതിലും കൂടുതൽ ലഭ്യവുമല്ല. വടക്കൻകൂർ രാജവംശത്തെക്കുറിച്ച് കൂടി കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം. വടക്കൻകൂർ രാജവംശത്തിൻ്റെ പതനത്തിന് വേദിയായതും ഇതേ വടയാർ പ്രദേശമാണ്. ചേര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് ശേഷം രാജ്യം 18 നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിലൊന്നായിരുന്നു വെമ്പലി നാട്. ആദ്യം വിമ്പലന്മാർ എന്നറിയപ്പെട്ടിരുന്ന പാണ്ഡ്യന്മാരുടെ ആധിപത്യത്തിൽ കീഴിലായിരുന്നതുകൊണ്ടാണ് ഈ നാട്ടുരാജ്യത്തിന് വെമ്പലിനാട് എന്ന പേരുണ്ടായത്. ഇന്നത്തെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ചില ഭാഗങ്ങൾ ചേർന്നതായിരുന്നു ഈ പ്രദേശം. ഈ രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കിടക്കുന്ന കായലിന് വേമ്പനാട്ടുകായൽ എന്ന പേരുണ്ടാവാൻ കാരണം ഇതാണ് എന്നും കരുതപ്പെടുന്നു. AD 1100കളിൽ വെമ്പലിനാട് വടക്കൻകൂറെന്നും തെക്കുംകൂറെന്നും രണ്ടായി പിരിഞ്ഞു. ഏറ്റുമാനൂരും വൈക്കവും മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു ഭാഗവും ഉൾപ്പെടുന്നതായിരുന്നു വടക്കൻകൂർ രാജ്യം. ആദ്യം കടുത്തുരുത്തിയും പിന്നീട് വൈക്കവുമായിരുന്നു രാജധാനി. അതേസമയം ചങ്ങനാശ്ശേരി, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, മീനച്ചിൽ താലൂക്കിന് ചില ഭാഗങ്ങൾ തെക്കുംകൂർ രാജ്യത്തിൻ്റെ ഭാഗവുമായി. വടക്കൻകൂർ, തെക്കുംകൂർ രാജാക്കന്മാരെ ബിംബലീശന്മാരെന്നും മണികണ്ഠന്മാരെന്നുമാണ് സംസ്കൃത കൃതികളിൽ വിശേഷിപ്പിച്ച് കാണുന്നത്. ഇന്നത്തെ മൂവാറ്റുപുഴ, തൊടുപുഴ താലൂക്കുകൾ ചേർന്നതും തൊടുപുഴയ്ക്കടുത്തുള്ള കാരിക്കോട് തലസ്ഥാനമാക്കിയിരുന്നതുമായ കീഴുമലനാട് 1600-ൽ വടക്കൻകൂറിൽ ലയിച്ചു. അതിനുശേഷം വടക്കൻകൂർ രാജാക്കന്മാർ കാരിക്കോട് താമസിച്ചിരുന്നു. വടക്കൻകൂറിന് നല്ല കാലത്ത് അത് പടിഞ്ഞാറ് വേമ്പനാട്ടുകായൽ മുതൽ കിഴക്ക് പാണ്ഡ്യരാജ്യത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി വരെയും വ്യാപിച്ചിരുന്നു. തെക്കേ അതിർത്തി തെക്കുംകൂറും വടക്കേ അതിർത്തി കോതമംഗലവുമായിരുന്നു. ഏറെക്കാലം പെരുമ്പെടുപ്പ് സ്വരൂപത്തിൻ്റെ സാമന്ത രാജ്യവുമായിരുന്നു വടക്കൻകൂർ. നല്ലയിനം കുരുമുളക് സമൃദ്ധമായി വിളഞ്ഞിരുന്നതുകൊണ്ട് പെപ്പർ കിങ്ഡം എന്നാണ് പോർച്ചുഗീസുകാർ വടക്കൻകൂറിനെ വിശേഷിപ്പിച്ചിരുന്നത്. വൈക്കത്ത് വെച്ചൂരിൽ ഡച്ചുകാർക്ക് ഒരു വ്യാപാരശാലയും ഉണ്ടായിരുന്നു. കൊച്ചി രാജാവുമായും അടുത്ത ബന്ധം വടക്കൻകൂർ രാജാവ് പുലർത്തിയിരുന്നുവെങ്കിലും പിന്നീടത് ശത്രുതയിലേക്ക് നീങ്ങുകയും വടക്കൻകൂർ കോഴിക്കോട് സാമൂതിരിയുടെ പക്ഷത്താവുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ സാമ്രാജ്യ വിസ്തൃതിയുടെ ഭാഗമായി പടയോട്ടം ആരംഭിച്ച കാലത്ത് വടക്കൻകൂർ തിരുവിതാംകൂറിനെതിരായി കായംകുളത്തെ സഹായിച്ചതിനാൽ മാർത്താണ്ഡവർമ്മ തെക്കുംകൂർ പിടിച്ചടക്കിയതിനു ശേഷം വടക്കൻകൂറിനെയും ലക്ഷ്യം വെച്ചു.
1750 മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായ രാമയ്യൻ ദളവ വടക്കുംകൂറിനെ ആക്രമിച്ച് കീഴടക്കി. പരാജിതനായ വടക്കുംകൂർ രാജാവ് കോഴിക്കോട് സാമൂതിരിയെ അഭയം പ്രാപിച്ചു. പിന്നീട് AD 1810 അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് രാജകുടുംബാംഗങ്ങളെ തിരികെ നാട്ടിലെത്തിക്കുകയും സ്വത്തുവകകൾ നൽകുകയും ചെയ്തു. അക്കാലത്ത് വടക്കുംകൂർ കുടുംബാംഗങ്ങൾക്ക് താമസിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം തൂക്കിലേറ്റിയ വൈക്കം പത്മനാഭപിള്ളയുടെ വസതിയാണ് ആദ്യം നൽകിയിരുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ സന്തതികൾ വാഴാത്തതിനാൽ 1885 ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് വൈക്കം തെക്കേനടയിൽ ഇണ്ടംതുരുത്തി നമ്പ്യാതിരിയുടെ കയ്യിൽ നിന്നും സ്വത്ത് കരമൊഴിവായി നൽകി ഇവിടെ കോവിലകം നിർമ്മിച്ചു നൽകുകയുമായിരുന്നു. ഇതാണ് ഇന്ന് കാണുന്ന വൈക്കം തെക്കേനടയിലെ വടക്കുംകൂർ കൊട്ടാരം. ഇനി വടയാറുമായുള്ള ബന്ധം. വടക്കുംകൂർ രാജാക്കന്മാരുടെ പരദേവതയായിട്ടാണല്ലോ ഇളങ്കാവിലമ്മയെ കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും ആറ്റുവേല പോലെയുള്ള വലിയ ആഘോഷങ്ങൾക്കും വലിയ രീതിയിൽ രാജകീയ പിന്തുണയുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആവശ്യമായ ഭൂമിയും ധനവുമൊക്കെ നൽകിയിരുന്നതും രാജകുടുംബമാണ്. ഉത്സവകാലത്ത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിലും ആറ്റുവേല നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിലും രാജകൊട്ടാരത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, പണ്ട് വടയാർ ഒരു പ്രധാന കച്ചവട കേന്ദ്രവും രാജാവിൻ്റെ അതിപ്രധാന സൈനിക താവളങ്ങളിൽ ഒന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജവംശം ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യവും നൽകിയിരുന്നു. 1750 നടന്ന വടയാർ യുദ്ധം വടക്കുംകൂർ രാജവംശത്തിൻ്റെ പതനത്തിന് കാരണമായ പ്രധാന സംഭവമാണ്. കായംകുളം രാജാവിനെ സഹായിച്ചതാണ് വടക്കുംകൂറിനെ ആക്രമിക്കാൻ മാർത്താണ്ഡവർമ്മയെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞല്ലോ. രാമയ്യൻ ദളവയുടെയും ഡിലനോയയുടെയും നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം വടയാർ പുഴയിലൂടെ വലിയ വള്ളങ്ങളിലെത്തി. വടക്കുംകൂർ സൈന്യം വടയാർ തോടുകളിലും പുഴയിലും മരങ്ങൾ മുറിച്ചിട്ടും ചങ്ങലകൾ കെട്ടിയും വലിയ പ്രതിരോധം തീർത്തു. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങളുണ്ടായിരുന്ന തിരുവിതാംകൂർ സൈന്യത്തിന് മുൻപിൽ വടക്കുംകൂർ സേന പരാജയപ്പെട്ടു. വടക്കുംകൂർ രാജാവ് അങ്ങനെ കോഴിക്കോട്ടേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. വടയാർ യുദ്ധത്തിന് ശേഷം രാജ്യം പൂർണ്ണമായും തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറി. ചരിത്രകാരനായ വി നാഗമയ്യർ എഴുതിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിലാണ് വടയാർ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. യുദ്ധം നടന്നത് ക്ഷേത്ര പരിസരങ്ങളിലും പുഴയിലുമായിരുന്നതുകൊണ്ട് യുദ്ധത്തിന് ശേഷം ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പിന്നീട് തിരുവിതാംകൂർ ഭരണകാലത്താണ് ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടത്. ഈ യുദ്ധം നടന്ന പുഴയിലൂടെയാണ് ഇന്നും ആറ്റുവേല ജലഘോഷയാത്ര നടക്കുന്നത് എന്നത് ഈ ആഘോഷത്തിന് ചരിത്രപരമായ ഒരു ഗൗരവം കൂടി നൽകുന്നുണ്ട്. വടക്കുംകൂർ രാജാക്കന്മാർക്ക് വടയാറിൽ വലിയൊരു കോട്ടയോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രധാന പാതകളിൽ കാവൽപ്പുരകളും മറ്റുമുണ്ടായിരുന്നു. വടക്കുംകൂർ രാജവംശത്തിന് വൈക്കത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഉയർന്ന സ്ഥാനമാണുള്ളത്. വൈക്കം ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയും വളർച്ചയും അതിൻ്റെ കൊടുമുടിയിലെത്തിയത് വടക്കുംകൂറിൻ്റെ ഭരണകാലത്താണ്. രാജകുടുംബത്തിലെ പല അംഗങ്ങളും മികച്ച പണ്ഡിതന്മാരും കവികളുമായിരുന്നു. വടക്കുംകൂർ രാജരാജവർമ്മയെപ്പോലെയുള്ളവർ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ മറക്കാനാവാത്തതാണ്. വൈക്കം ജലസമൃദ്ധമായൊരു പ്രദേശമായതുകൊണ്ട് തന്നെ രാജഭരണകാലത്ത് കൃഷിക്കും ജലഗതാഗതത്തിനുമൊക്കെ വലിയ മുൻതൂക്കവും നൽകിയിരുന്നു. തിരുവിതാംകൂറിൻ്റെ കടന്നുവരവിന് ശേഷം വൈക്കം തിരുവിതാംകൂറിൻ്റെ ഭാഗമായെങ്കിലും ഇന്നും ഇവിടുത്തെ ആചാരങ്ങളിലും ഐതിഹ്യങ്ങളിലും വടക്കുംകൂർ രാജവംശത്തിൻ്റെ സ്വാധീനം വ്യക്തമായി കാണാൻ കഴിയും. വെളിച്ചപ്പാടിൻ്റെ ചെലമ്പും വാളുമൊക്കെ ഇവിടെ വെച്ചാണോ പോവുക രാവിലത്തെ ചടങ്ങ് കഴിഞ്ഞാൽ? അതെ അതെ, രാവിലത്തെ ചടങ്ങ് കഴിഞ്ഞ് വച്ചിട്ട് പോയിട്ട് ഇനി രാത്രി അവിടുന്ന് ഇളങ്കാവിൽ നിന്ന് വന്ന് വെളിച്ചപ്പാട് ഇവിടെ വന്ന് പുറക്കളത്തിൽ ഗുരുതിയുണ്ട്. അതിന് ഗുരുതിയുടെ സാമഗ്രികളൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ഇവിടെ കുറേ ആൾക്കാരെ പണ്ട് രാജകുടുംബം നിശ്ചയിച്ചിട്ടുണ്ട്. അവരതൊക്കെ റെഡിയാക്കും. ഗുരുതി കഴിഞ്ഞ് വന്നിട്ട് ഈ കൊടി ഇറക്കിയിട്ട് ഈ കൊടിമരം മറിച്ച് ഇളങ്കാവിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 12 നാഴിക ഇരുട്ടി കഴിയുമ്പോൾ അശ്വതിയാവും. അശ്വതി സമയത്താണ്. ആ സമയത്ത് വേലിയേറ്റാണ്. ആ സമയത്ത് വേലിയേറ്റം വരണം. അപ്പം വെള്ളം ഒത്തിരിയാവും. അങ്ങനെ നിയമമുണ്ടല്ലോ, അങ്ങനെ അത് പതിവാണത്. അങ്ങനെയാണ്. അങ്ങനെ വേലിയേറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ ഇത് കഴിഞ്ഞ് കയറ്റി കഴിഞ്ഞ് ഇതടയ്ക്കും. കഴിഞ്ഞ് 3 പ്രാവശ്യം ഇവിടെ കറങ്ങും ആറ്റുവേല. കറങ്ങിയിട്ട് ഇവിടെ നിന്ന് കറങ്ങി നേരെ പോയി അവിടെ ആ അമ്പലത്തിൻ്റെ അവിടെ തോട്ടാറമിറ്റ അമ്പലത്തിൻ്റെ അവിടെ 3 പ്രാവശ്യം കറങ്ങും. അത് കഴിഞ്ഞ് അങ്ങേറ്റത്ത് ഒരു തുരുത്തെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ 3 പ്രാവശ്യം കറങ്ങിയിട്ടാണ് ആറ്റുവേല എത്തണേ. ആ തുരുത്തയിലെത്തുമ്പോൾ ഇളങ്കാവ് അമ്പലത്തിൻ്റെ വടക്കേ മുറ്റത്ത് നിന്നാൽ ഈ വിളക്ക് കാണും ഇതിൻ്റെ മുകളിൽ. ആ സമയത്ത് അമ്പലം തുറന്ന് ജസ്റ്റ് ഒരഭിഷേകം. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പൂജകളില്ല.
ഇനി വൈകുന്നേരം ഒരു ദീപാരാധന ചടങ്ങിനുണ്ട്. അത് കഴിഞ്ഞാൽ നട അടയ്ക്കുക. അത് കഴിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ വിളക്ക് കാണുമ്പോൾ അമ്പലത്തിൽ അഭിഷേകം കഴിച്ച് ഒരു ചെറിയ തിരുമധുരവും അരിയും നനച്ച് നേരിക്കും. അത് കഴിഞ്ഞ് നട അടയ്ക്കുക. പിന്നെ ആറ്റുവിൽ വന്നാൽ ഉടനെ തന്നെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവതിയെ അങ്ങോട്ട് എഴുന്നള്ളിക്കുവാണ്. ശിവലത്തിടം എഴുന്നള്ളിക്കും. അങ്ങോട്ട് പള്ളിശ്രാമ്പിൽ എഴുന്നള്ളിച്ചിരിക്കുവാണ്. നാളെ മുഴുവൻ പള്ളിശ്രാമ്പിലാണ്. കരത്തൂക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു 3-3:30 കൂടിയേ അകത്തേക്ക് ഈ പുഴയെ വന്ന് മുങ്ങി അകത്തേക്ക് കയറി പിന്നെ ശുദ്ധി മുഴുവൻ പൂജ ആവർത്തിച്ചിട്ട് ശുദ്ധിയാണ്. അങ്ങനെയാണ് അവസാനിക്കുന്നത് ഈ ആറ്റുവേലയുടെ ചടങ്ങ്. അപ്പോൾ ഈ പള്ളിശ്രാമ്പിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. വൈകുന്നേരം രാത്രി അന്ന് ഒത്തിരി സന്ധ്യയാകുമ്പോൾ ഒത്തിരി താലങ്ങൾ വരും. രാത്രിയാകുമ്പോൾ ഗരുഡ വീണ്ടും. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ഗരുഡനുള്ള ഏക ഒരമ്പലമാണ്. 2 ദിവസമുണ്ട്. ഇന്നുണ്ട്, നാളെയുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് ജലമാർഗവും നാളെ കരയിലും. ഓക്കെ ഓക്കെ. വടയാറുകാരുടെയാണ്. ഇന്നിങ്ങനെ ഈ നാട്ടുകാരുടെയാണ്. പിന്നെ 18 കരയുടെ ഒരു ഇതാണ്. ഓക്കെ. ഇവിടെ ആ ചാട് എന്തിനുള്ളത്? ഇപ്പോൾ അവിടെ അത് കാണുന്നത് അത് ഈ ആറ്റുവേലപ്പുറകെ ഗരുഡൻ തൂക്കമായിട്ട് വരുന്ന വൈകുന്നേരം ഉണ്ടാവുള്ളൂ അല്ലേ? രാത്രി ഇങ്ങനെ ഇഷ്ടം 10-13 കാണും. ഇതിപ്പോൾ ഈ ആറ്റ് തീരത്ത് തന്നെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ? അതൊക്കെ സന്ധ്യ ആകുമ്പോൾ രാത്രി 10 മണിക്ക് അഴിക്കും. രാത്രി 10 മണിക്ക് അഴിക്കും. ഓ. അങ്ങോട്ട് പോകും എതിരേക്കാൻ. ആറ്റുവേലക്കടവിലേക്ക് പോകും. ആറ്റുവേലക്കടവിലേക്ക് ഇത് ഇവിടുന്ന് ഗരുഡനുമായിട്ട് ആറ്റുവേലക്കടവിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് സ്വീകരിച്ച് ആറ്റുവേല അഴിച്ചു വിടുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ പുറകെ ആയിട്ട് സ്വീകരണമായിട്ടാണ് ഗരുഡൻ തൂക്കമായിട്ടാണ് ഭഗവതി കൊടുങ്ങല്ലൂരമ്മ വന്ന് കയറുന്ന സമയമാണ്. അർജുന നൃത്തം എന്നാണ് ഇതിൻ്റെ നാമകരണം. അർജുന നൃത്തം. അതിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സമയം പോരാ വരും. എത്തച്ചുരുക്കം അങ്ങോട്ട് പറയാം. പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്ത് കുന്തി ദേവിയുടെ, പഞ്ചപാണ്ഡവന്മാരുടെ മാതാവിനെ അറിയാമല്ലോ, കുന്തി ദേവിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ രാജ്യവും എൻ്റെ മക്കളെ രക്ഷിക്കണം എന്നാ പറ്റുന്നത്. അങ്ങനെ രക്ഷിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് ഞാനൊരു നരബലി നടത്തിക്കോളാം. പണ്ടുകാലത്ത് നരബലിയാണ്. അത് കഴിഞ്ഞാണ് മൃഗബലിയൊക്കെ ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് ഈ തൂക്കത്തിനും പീലി തൂക്കത്തിനും പിന്നെയുള്ള ബലി എന്ന് പറഞ്ഞാൽ കോഴിയുടെ രക്തം. അതിപ്പോഴും ഒരു തുള്ളി രക്തം ഗരുഡൻ്റെ ആണെങ്കിൽ പീലി തൂക്കക്കാരുടെ ആണെങ്കിൽ ആ തൂക്കം നടത്തുന്നവർ ആ കോഴിയെ കൊണ്ടുവരുന്നു, ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങൾ അതിൻ്റെ ഒരു വിരലോ ഞങ്ങൾ കണ്ടിട്ട് ഒരു തുള്ളി ഇതാണ്. അപ്പം അങ്ങനെ ആ വഴിപാട് മുടങ്ങിപ്പോയപ്പോഴത്തേക്ക് നമ്മുടെ നാരദൻ ഈ കാര്യം ഉപദേശിച്ചപ്പോഴത്തേക്ക് ഞാനത് മറന്നുപോയി. അതാണ്, അതുകൊണ്ട് നടത്തണം, ശരിയായിക്കാം. അപ്പം ആ വഴിപാട് നടത്താനായിട്ട് ആ 5 മക്കളിൽ കേവലൊരാളുണ്ടായിരുന്നു, അർജുനെയാണ് തീരുമാനം നരബലി നടത്താനായിട്ട്. ഒക്കെ വെച്ച് കെട്ടി എല്ലാം വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് പ്രത്യക്ഷപ്പെട്ടു. ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് അർജുൻ്റെ ജീവലാവണ്യവും സൗന്ദര്യവും അതും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നരബലി വേണ്ട. ഞാൻ ചുരുക്കി പറയട്ടോ, ഒരുപാടുണ്ട്. നരബലി വേണ്ട, എനിക്ക് ഒരു തുള്ളി രക്തം തന്നാൽ മതി, ആയിക്കോട്ടെ. അങ്ങനെയാണ് ആ ചൂണ്ടക്കുളത്തിൻ്റെ ഉദാഹരണം. അത് ഗരുഡനാണെങ്കിലും ഈ ഒറ്റത്തൂക്കത്തിനാണെങ്കിലും ഈ ചുരുണ്ടക്കുളം, ഈ നടുവിന് ഒരു ചൂണ്ടക്കുളം, ഒരു തുള്ളി രക്തം കാണണം. അതുകൊണ്ട് ഭദ്രകാളി തൃപ്തിയാവുകയാണ്.
അപ്പോൾ നമ്മൾ ആ കുത്തുന്ന ആ രക്തം കുത്തിയിട്ട് എന്താ ചെയ്യാ? അതിന് പണ്ട് കാലത്ത് എനിക്കറിയില്ല കേട്ടോ, രാജഭരണകാലത്താണോ ആരാണ് എന്ത് കാലത്താണോ അതിന് ഓരോരോ ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ സമുദായത്തിൽ കളരി അഭ്യസിക്കുന്ന വിൽക്കുറുപ്പന്മാരാണ്. വിൽക്കുറുപ്പ് ഞങ്ങളുടെ പ്രധാന തൊഴിലെന്ന കളരി അഭ്യാസവും കളരി അഭ്യസിക്കലും അത്ര ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അന്നത്തെ മഹാരാജാവ് ശ്രീചരിത്രൻ്റെ അമ്മാവനൊരു മാർത്താണ്ഡനുണ്ടായിരുന്നു. ആ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്താണ് ഞങ്ങളുടെ ധീരതയും ധൈര്യം ഞങ്ങൾക്ക് കുറുപ്പെന്നുള്ള സ്ഥാനപ്പേര് കിട്ടിയത്. അതാണ് ഇപ്പോഴും എൻ്റെ കുടുംബം വടയാർ പടിഞ്ഞാറേക്കര കുറുപ്പഞ്ചേരിയിൽ നിന്നാണ് നമ്മുടെ വീട്ടുപേര്. കുറുപ്പാണ്. കുറുപ്പഞ്ചേരിയിൽ നിന്നാണ് ഇപ്പോഴും നാമധേയം എല്ലാ എഴുത്തുകുത്തുകളും. ഇപ്പം എൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെയും ഇത് മേലെ വന്നപ്പോൾ എന്നെ ഏൽപ്പിച്ച് എൻ്റെ 21ാമത്തെ വയസ്സിൽ എന്നെ ഈ ചുമതല ഏൽപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എനിക്ക് 86 വയസ്സ്. ഇപ്പോഴും അമ്മയുടെ സഹായം കൊണ്ട് എല്ലാ കാര്യവും വളരെ നന്നായിട്ട് പോകുന്നു. എനിക്കതിനുള്ള ആരോഗ്യം അത് ഇതൊക്കെ അമ്മ തരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഉൽപ്പത്തി. മറ്റേ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കും, അവർ കുറേ നിൽക്കും, ഒരുപാട് പേര് നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ചുരുക്കുവാണ്. ഇതിന് അർജുന നിൽക്കുന്ന പീലിത്തോക്കും കുന്തി ദേവിയുടെ വഴിപാടാണ്. അതാണ് എൻ്റെ ചുരുക്കം. അത് കുന്തി ദേവി രാജ്യവും കിട്ടി മക്കളെയും കിട്ടിയപ്പോൾ ഈ കാര്യം ആരായിരുന്നാലും മറക്കും, ഞാനാണെങ്കിലും മറക്കും. അങ്ങനെ മറന്നപ്പോഴത്തേക്കാണ് അവിടെ നാരദം പുറത്തുപെട്ട് ഇന്ന പോലെയാണ്. ഇതാണ് അതിൻ്റെ ഐതിഹ്യം. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മൂവാറ്റുപുഴയാറിൻ്റെ ഓളപ്പരപ്പിലൂടെ ദീപാലങ്കൃതമായ ആ വലിയ ജലവിമാനം സാവധാനം ഒഴുകി വരുമ്പോൾ അത് കാണുന്ന ഏതൊരു ഹൃദയത്തിലും ഭക്തിയും വിസ്മയവും നിറയും. ആറ്റുവേല എന്നത് കേവലം മതപരമായ കെട്ടുകാഴ്ചകളുടെ ഒരു ഘോഷയാത്രയല്ല, മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ഒന്നായി മാറുന്ന അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തിൻ്റെയും കലയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകം. തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യവും വിശ്വാസങ്ങളും മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തെ മനുഷ്യരുടെ സമർപ്പണവും ഒത്തുചേരുമ്പോൾ ഓരോ ആറ്റുവേലയും പുതിയൊരു അനുഭവമായി മാറുന്നു. പ്രകാശപൂരിതമായ ആ ഗോപുരം പുഴയിലൂടെ അലയടിച്ചു നീങ്ങുമ്പോൾ അത് വടയാറിൻ്റെ മണ്ണിൽ ഭക്തിയുടെയും ഒത്തുചേരലിൻ്റെയും പുതിയൊരു ചരിത്രമാണ് രചിക്കുന്നത്. ജലപ്പരപ്പിലെ ഈ ചൈതന്യം വരും കാലങ്ങളിൽ നമ്മുടെ നാടിനെ ഐശ്വര്യപൂർണമായി നിലനിർത്തട്ടെ. മുന്നിലം മാറും